അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കൊല്ലം ബോട്ട് വരെ വന്നതാണ്. അതായത് നമ്മുടെ ബോട്ടിൻ്റെ ലൈസൻസിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ കാര്യം കൂടെ വിചാരിക്കുന്നുണ്ട്. ഈ ഇവിടെ ഇത് തങ്കശ്ശേരി അല്ലേ ഇതിനെ? തങ്കശ്ശേരി എന്ന് പറയുന്ന ഹാർബറാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് മീനും കൂടെ മേടിക്കാമെന്ന് കരുതുന്നുണ്ട്. നമ്മുടെ അവിടെ വരുന്ന മീൻ ചിലപ്പോൾ ഉറങ്ങി വരുന്നതാണോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ജിതിനുണ്ട്, വേറെ രണ്ട് ചേട്ടന്മാർ, ബാബു ചേട്ടൻ, ദേവസി ചേട്ടൻ, പിന്നെ രാജു കൈനടി ചേട്ടനുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് മീനും കൂടെ മേടിച്ചിട്ട് പോകാമെന്നാണ് കരുതുന്നത്. ഇവിടെ തെർമോക്കോൾ ബോക്സ് കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ച് മീനും കൂടെ അങ്ങ് മേടിക്കാമെന്ന് കരുതാം. ഇവിടെ അങ്ങനെ കിട്ടത്തില്ലടാ. അതെ, ഇവിടെയൊക്കെ തെർമോക്കോൾ ബോക്സിൻ്റെ കടകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് മേടിക്കാം. ഇവിടുന്ന് മേടിക്കാം അല്ലേ അതിനെ? ഹലോ, ഇത് മതിയാവോ? ആ മതി, നോക്കട്ടെ. ഇത് തുറന്നു നോക്കട്ടെ. ഇത് ചെറുതല്ലടാ, ഇതിന് വലുതാണോ? എൻ്റെ മണിക്കൂർ വലുത് വില അനുസരിച്ച്. ഇതിൻ്റെ വില 80 രൂപയോ? ഇതിനൊക്കെയോ 200? പ്രിയ സുഹൃത്തുക്കളെ നമ്മളൊരു തെർമോക്കോളിൻ്റെ ബോക്സ് മേടിച്ചിട്ടുണ്ട്. ഇതിന് 200 രൂപയാണ് വില. നമ്മുടെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇത് വലിയ വിലയൊന്നുമല്ല. ഞാൻ വലിയ കൂടുതൽ വിലയാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. അമ്മച്ചി പൈസ. അപ്പോഴത്തേ നമ്മൾ ആ ബോക്സിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇനി ഹാർബറിലേക്ക് കയറണം. നമുക്കതിലേ കയറാം ചേട്ടാ. വണ്ടി ഇവിടെ കിടക്കണം, നമുക്ക് അതിലേ കയറാം. പ്രിയ സുഹൃത്തുക്കളെ ഇതിലേ അകത്തേക്ക് കയറിയാൽ നമുക്ക് ആവശ്യമുള്ള മീൻ കിട്ടും. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഹാർബറിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം വണ്ടികൾ കിടപ്പുണ്ട്. മീനിവിടെ പാക്ക് ചെയ്യുന്നുണ്ട്, അയച്ചിട്ട് പോകുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ എങ്ങനെയാണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല. ഉള്ളിൽ കയറി നോക്കിയാൽ ഇവിടെ ലേലം വിളിയാണോ കിലോയ്ക്കാണോ മീൻ കൊടുക്കുന്നതൊന്നും നമുക്കറിയില്ല. നമുക്ക് അകത്തോട്ട് ചെന്നിട്ട് നോക്കാം എന്താ സംഭവം എന്നൊക്കെ. ഇത് ക്ലാത്തി, അതിന് പേരുടെ ക്ലാത്തി. ക്ലാത്തിന്ന് അതിന്റെ പേര്. ജീവനുണ്ടാ, ജീവനുണ്ട് ഈ മീനൊക്കെ. ക്ലാത്തി പല്ലു കൊണ്ടോണം. എന്റെ ഷാർപ്പാന്ന് നോക്കണം എന്റെ പല്ല്. ഇവിടെ നിന്ന് മീൻ നോക്കി പഠിക്കാം. ഇത് വള്ളത്തേന്ന് വല്ലതും മേടിക്കുന്നതായിരിക്കും നല്ലത്. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊട്ടയിൽ കുറേ മീനെടുത്ത് വെക്കും, എന്നിട്ട് ലേലം വിളിക്കും. അതായത് ആ കൊട്ടയിൽ അത് കിലോയ്ക്കാണ് ലേലം വിളിക്കുന്നത്. അതായത് കൊട്ടയിൽ എത്ര കിലോ ഉണ്ടോ ആ ലേലം വിളിക്കുന്ന തുക ഗുണം അത്രയും കിലോ കൊണ്ട് ഗുണിക്കുന്ന തുക നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ കുറച്ച് മീനുകൾ താഴെ കൊണ്ടിട്ടിട്ട് വട്ടം കൂടി നിന്ന് ലേലം വിളിച്ച് വയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് തങ്കശ്ശേരി ഹാർബർ. അപ്പോൾ ഇവിടെ മീൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. വള്ളക്കാർ കൊണ്ടുവന്ന് മീൻ കരയ്ക്കോട്ട് കൊടുക്കും. അത് ബ്രോക്കർമാരാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇടനിലക്കാരോ ആരെങ്കിലുമൊക്കെ ആവും. ഇവർ തന്നെ എടുത്ത് ഹാർബറിനകത്തോട്ട് വെക്കും. അവിടെ ലേലം വിളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ലേലം വിളിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് മീൻ മേടിക്കാൻ. പിന്നെ ഈ വള്ളത്തിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് വിൽക്കുന്ന സ്ത്രീ മത്സ്യത്തൊഴിലാളികളും ധാരാളമായിട്ടുണ്ട്.
അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ആദ്യം ഹാർബറിലൊക്കെ ഒന്ന് കയറി അതിൻ്റെ അകഭാഗവും മറ്റ് സ്ഥലങ്ങളുമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അവർ മീനെടുക്കുന്നതും മറ്റ് പ്രവർത്തികളും ഒക്കെ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറി മീൻ പിടിക്കാനല്ല കേട്ടോ, മീൻ മേടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ചുറ്റുപാടും കണ്ണോടിക്കുന്നതിനിടയിലാണ് നമ്മളൊരു ലൈറ്റ് ഹൗസ് കണ്ണിപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം കൂടെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ മേടിക്കാനായിട്ട് ഹാർബറിനകത്തേക്ക് കയറാനൊരുങ്ങുന്നത്. നിൽക്കണ്ട, നമുക്കേ കണ്ട അവിടെ വിളിക്കുന്നുണ്ട്, അവരൊന്ന് മേടിച്ചു നോക്കാം. ഇത് തന്നെ വില? നെയ്മീനല്ലേ അണ്ണാ ഇത്? നെയ്മീനല്ലേ ഇത്? അല്ല, ഇതെന്നാ മീനാ? 1700 വേണം. ഈ കിളിക്ക് 1000. എന്നാൽ പിന്നെ മറ്റേ 2500 അത് മേടിക്കുന്നത്. എന്നാൽ പിന്നെ 2500 മറ്റേ അത് മറ്റൊരു ചോദിക്കാം, കുറച്ചല്ലോ എന്തെങ്കിലും വാ, അത് നോക്കാം. അതുകൊണ്ട് 1000 രൂപയ്ക്ക് ഇങ്ങനത്തെ കണ്ടിട്ട് വെളിയെങ്കിലും എടുക്കാമല്ലോ. അതെ, 1400 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. വാജോട്ടാ ബോക്സ് താഴെ വെക്കണ്ട. കാരണം അതിലാണ്, അതിലേ പോകണ കാലി കയറ്റി അങ്ങോട്ട് ഇറങ്ങാം. ഞാൻ ഇപ്പൊ അവിടെ തീറ്റി മേടിക്കാൻ വന്നതാ. ചൂണ്ട അറിയാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മറ്റേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരാഴ്ച ഐസൊന്നും വേണ്ട, പച്ചമീൻ. പച്ചമീനല്ലേ ആണോ? നല്ല നമ്മൾ തണുപ്പത്തല്ലേ പോകുന്നത് ആണോ? അവിടെ അങ്ങോട്ട് പോകണം.
ആ വെള്ളം ഇല്ലാത്തത് വെച്ചോ ചേട്ടാ. അവിടെ വെച്ചോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് 2 മീനാണ് നമ്മൾ മേടിച്ചത്. ഇതിന് 2 മീനും കൂടെ നമ്മൾ ലേലം വിളിച്ചാൽ മേടിച്ചത്. 1400 രൂപയാണ് ഈ മീനിൻ്റെ വില. മീനിൻ്റെ വിലയിലല്ല, ഇതിൻ്റെ ക്വാളിറ്റിയിലാണ് നമ്മൾ സംതൃപ്തരായിട്ടുള്ളത്. നമ്മുടെ ഈ ഇതിൻ്റെ ക്വാളിറ്റിയിലാണ്. അപ്പോൾ ഇത്തരം ക്വാളിറ്റിയുള്ള മീനുകൾ നമ്മളവിടെ കിട്ടത്തില്ല. ഇത് വരുമ്പോൾ ഉറങ്ങിയൊക്കെ ആയിരിക്കും. ചേട്ടാ ഇതിനകത്തോട്ട് വെക്കട്ടെ. അതിനകത്ത് വെച്ചോ. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ഐസൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ബോക്സിനകത്തിട്ട് കൊണ്ടുപോകാൻ മുള്ളുകൊണ്ട പണിയാ. ഒരെണ്ണത്തിന് നടു കുത്തി അവിടെ ഇറക്കണം. ആ അങ്ങനെ ഇറക്കണം. പോരെ, തണുപ്പടിക്കുമല്ലോ. അതാണ് പഠിക്കും. പിന്നെ അടച്ചല്ലേ ഇരിക്കുന്നത്. വേണം ഒരു കവറിനകത്ത് ഇട്ടോ. വേണ്ട ഇട്ടോ, അന്നേരം ഐസ് പോകത്തില്ലണ്ണ. ഇല്ല, കുഴപ്പമില്ല. ഇത് അടഞ്ഞിരിക്കുക, ടൈറ്റ് അല്ലേ. പോകത്തില്ല. കൈ ഇടാം. അവരെന്തിയെ അതിനകത്ത് വെച്ചോ. അതിനകത്ത് ഐസുണ്ട്. അതിൻ്റെ ഇതുകൂടെ കിട്ടും. അതിനകത്ത് വെച്ചാൽ മതി. അച്ചായന് വേണ്ട കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്. ചെറിയ പാരയാണ് വാങ്ങിയച്ചാൽ. ഇരിക്കൂ. ആണ്ട താക്കോലടി പോയി. നമ്മൾ തങ്കശ്ശേരിയിൽ നിന്ന് വീട്ടിലേക്ക് യാത്രയാകാണ്. നമുക്ക് ഇവിടുന്ന് കിട്ടിയ 2 വറ്റയാണ്. കിട്ടിയെന്നല്ല, നമ്മൾ വാങ്ങിയത് 2 വറ്റയാണ്. നമുക്കത് മതിയാവും. കാരണം 1400 രൂപ കൊടുത്തു. ഞാൻ മീൻ തൂക്കി നോക്കിയായിരുന്നു. 2600 ഉണ്ട് മീൻ. ഏകദേശം 550 രൂപയ്ക്ക് വില വരുന്നുള്ളൂ. അത് തന്നെയല്ല, നല്ല ക്വാളിറ്റി മീനാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ചേട്ടാ ഒരു ടാറ്റയൊക്കെ പറവാ ചേട്ടാ. അപ്പം ടാറ്റ.